നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ സെൽഫ് സ്റ്റഡി ചെയ്ത് മെയിൻ ലിസ്റ്റുകളിൽ എത്താനായിട്ട് എന്നെ സഹായിച്ച പഠന രീതികളെക്കുറിച്ചാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഏത് എക്സാമാണോ എഴുതുന്നത് അതിൻ്റെ സിലബസ് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. പിന്നെ അതുകൂടാതെ നമ്മൾ റാങ്ക് ഫയലും SCRT NCERT ഒക്കെ പഠിക്കുന്നവരായിരിക്കും. എന്നാൽ കൂടെ നമ്മൾ എന്തെങ്കിലും പുറത്തുനിന്നുള്ള എന്തെങ്കിലും കുറച്ച് സോഴ്സസും കൂടെ ഉപയോഗിക്കുക. അതായത് ഇതിൽ നിന്നല്ലാതെ നമുക്ക് വരാൻ സാധ്യതയുള്ള എന്തെങ്കിലും വേറെ ഏതെങ്കിലും ബുക്കുകൾ കൂടെ ഇപ്പോൾ കേരള ചരിത്രമൊക്കെ നമുക്കറിയാമല്ലോ. കുറേ വേറെ റെഫർ ചെയ്ത് വേറെ കുറേ ബുക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം പഠിക്കാനായിട്ടല്ല, എന്നാൽ പോലും കുറച്ച് കാര്യങ്ങളും കൂടെയൊക്കെ ഒന്ന് റെഫർ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ രണ്ടാമതായിട്ട് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് എക്സാമാണോ അതിൻ്റെ നമുക്ക് കറക്റ്റ് ഒരു ടൈം ടേബിൾ നമ്മൾ തയ്യാറാക്കുക. ഒരു ദിവസം നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ പറ്റുമെങ്കിൽ ഒരു 7 to 8 മണിക്കൂർ നമ്മൾ കറക്റ്റായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു സിലബസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ പോയി പഠിക്കുന്നവരാണെങ്കിൽ കൂടെ നമുക്ക് അവിടെ ഇരുന്ന് നമുക്ക് പിന്നെ ഗ്രൂപ്പ് സ്റ്റഡിയൊക്കെ നടത്താനായിട്ടുള്ള സൗകര്യം ഉണ്ടാവും. അത് നമുക്ക് ഇഷ്ടമുള്ള എന്നാൽ പോലും കറക്റ്റായിട്ടൊരു ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നതിനേക്കാളൊക്കെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ് കാര്യം. നമ്മൾ കുറേ നോട്ട്സൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് പിന്നെ നമ്മളത് ഫോളോ ചെയ്തില്ല, കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചു തീർക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ റിവൈസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പിന്നെ എക്സാമിൻ്റെ ലാസ്റ്റ് സമയത്ത് നമ്മുടെ തലയിലൊന്നും കയറത്തില്ല. അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് ഈ ടൈം ടേബിൾ ഫോളോ ചെയ്ത് പഠിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ കറക്റ്റായിട്ട് റിവിഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ ചോദ്യപേപ്പർ വർക്കൗട്ട് ചെയ്യുക. അതായത് ഇപ്പം നമ്മുടെ ഏത് എക്സാമാണോ വരുന്നത്, അപ്പോൾ എൻ്റെ LPST LGS അങ്ങനെയൊക്കെ ഇതിലായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല നമ്മൾ GK ഒക്കെ ഇപ്പോൾ എല്ലാത്തിനും ഒരുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എത്രയും മുമ്പത്തെ ചോദ്യപേപ്പർ കിട്ടാവോ ആ ചോദ്യപേപ്പറൊക്കെ നമ്മൾ കറക്റ്റായിട്ടൊന്ന് വർക്ക് ചെയ്ത് നോക്കുക. ആ ചോദ്യപേപ്പർ കറക്റ്റായിട്ട് നമ്മൾ ഇപ്പം നമുക്ക് 100 മാർക്കിൻ്റെ ചെയ്യാൻ നമ്മളെല്ലാം പഠിച്ചില്ലെങ്കിൽ കൂടെ GK മാത്രമാണെങ്കിൽ കൂടെ നമ്മൾ കറക്റ്റായിട്ട് അതൊന്ന് ചോദ്യപേപ്പർ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോട്ട്സ് എഴുതുമ്പോൾ ഒരുപാട് നമ്മൾ ലെങ്തി ആയിട്ടുള്ള നോട്ട്സ് എഴുതരുത്. നമ്മൾ ഷോർട്ട് നോട്ട്സുകൾ എഴുതാനായിട്ട് ശ്രമിക്കുക. പിന്നെ സ്റ്റിക്കി നോട്ട്സുകളൊക്കെ തയ്യാറാക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ തയ്യാറാക്കുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചുകൂടെ എഫക്റ്റീവ്. അല്ലാതെ നമ്മൾ ഒരുപാട് നോട്ട്സ് എഴുതി നമ്മൾ ഒരിക്കലും സമയം കളയരുത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്കൊക്കെ പറ്റിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് കുറേ കാര്യങ്ങൾ നമ്മൾ GK ഒക്കെ ഞാൻ പറഞ്ഞു നമ്മുടെ സിലബസിന് പുറത്തുനിന്നല്ല നമ്മൾ പഠിക്കുന്നെങ്കിൽ ഒരുപാട് അങ്ങോട്ട് ആഴത്തിലൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ പറഞ്ഞു വേറെ ഏതെങ്കിലും ബുക്ക് റെഫർ ചെയ്യണമെങ്കിൽ ആ ബുക്ക് റെഫർ ചെയ്യുക മാത്രമേ ചെയ്യാവുള്ളൂ. അല്ലാതെ നമ്മൾ ഒരിക്കലും ഒരുപാട് ആഴത്തിൽ നിന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കരുത്. കറക്റ്റ് അതിൻ്റേതനുസരിച്ച് തന്നെ ഫോളോ ചെയ്യുക. നമ്മൾ ഒരുപാട് ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഏറ്റവും ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ചിലപ്പോൾ നമുക്ക് കിട്ടാതെ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് ആഴത്തിലൊന്നും നമ്മൾ പഠിക്കരുത്. എന്ന് വെച്ചാൽ എല്ലാം അങ്ങനെയല്ല, എന്നാലും ഒരുപാട് നമ്മൾ അവിടുന്ന് ഇവിടുന്നും എല്ലാം കിട്ടുന്ന തൊഴിൽ വാർത്ത അങ്ങനെ സകല കാര്യങ്ങളോട് നമ്മൾ എഴുതി വെക്കുമ്പോൾ നമുക്ക് അത് കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്യാനായിട്ട് സമയവും കൂടെ വേണം. പിന്നെ നമ്മുടെ അടുത്ത BFA ആണ്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഇപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ കറക്റ്റായിട്ട് പിന്നെ എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടതെന്നൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും പറഞ്ഞു തരാം. പിന്നെ റിവിഷൻ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ റിവിഷൻ ചെയ്യുമ്പോൾ കറക്റ്റ് ഇപ്പോൾ ഒരാഴ്ച 2 ദിവസമെങ്കിലും നമ്മൾ റിവിഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ റാങ്ക് ഫയൽ SCRT NCERT അങ്ങനെയുള്ള സകല കാര്യങ്ങളും നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിപ്പോകാനായിട്ടും കൂടെ ശ്രമിക്കുക. എന്നാലേ നമുക്കതിന് നമുക്ക് ഒരു എഫക്റ്റീവായിട്ടൊരു ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായാലോ? OMR ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ മാത്സ്, ഇംഗ്ലീഷ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ നമ്മൾ PYQ കൂടുതലായിട്ട് ചെയ്ത് പഠിക്കുക. ബാക്കി എല്ലാമൊക്കെ GK ഒക്കെ എവിടുന്ന് എങ്ങനെ ചോദിക്കുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ മാത്സും ഇംഗ്ലീഷും ഒക്കെ കറക്റ്റൊക്കെ ആയിട്ടായിരിക്കും PYQ ഒക്കെ ആയിരിക്കും കൂടുതൽ ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ഫോളോ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. പിന്നെ നോട്ടിഫിക്കേഷനൊക്കെ ഓണാക്കി വയ്ക്കുക. പിന്നെ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും
താങ്ക് യു.